സുൽത്താൻ നാടിന്റെ പ്രിയപ്പെട്ട ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയീദ് ഓർമ്മയായിട്ട് 6 വർഷം തികയുകയാണ്. അറബ് ലോകത്ത് ഏറ്റവും അധികകാലം രാഷ്ട്രനായകത്വം വഹിച്ച ഭരണാധികാരിയായ അദ്ദേഹത്തിന്റെ വേർപാട് 79-ാം വയസ്സിലായിരുന്നു. ഒമാന്റെ പുരോഗതിയിലേക്കുള്ള വഴി തെളിച്ച സുൽത്താൻ ഖാബൂസ് ആധുനിക ഒമാന്റെ രാജശില്പിയും അറബ് മേഖലയിലെ സമാധാന സന്ദേശവാഹകനുമായിരുന്നു. അധികാരത്തിൽ അരനൂറ്റാണ്ടെന്ന അപൂർവ നേട്ടത്തിന് 7 മാസം ബാക്കിയിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂറിന്റെയും ഷെയ്ഖ് മസൂൺ അൽ മഷാനിയുടെയും ഏകമകനായി 1940 നവംബർ 18-ന് സലാലയിലാണ് സുൽത്താൻ ഖാബൂസ് ജനിച്ചത്. സലാലയിലും ഇന്ത്യയിലെ പൂനെയിലുമായിട്ടായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പൂനെയിൽ മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ അദ്ദേഹത്തിന്റെ അധ്യാപകനായിരുന്നു. പിന്നീട് ലണ്ടനിലെ സ്റ്റാൻഡേർഡ് മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ നൈപുണ്യം നേടി. മിലിറ്ററി അക്കാദമിയിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം ബ്രിട്ടീഷ് പട്ടാളത്തിലും ജോലി ചെയ്തു. 1970 ജനുവരി 23-നാണ് പിതാവ് സയ്യിദ് ബിൻ തൈമൂറിൽ നിന്ന് സുൽത്താൻ ഖാബൂസ് ഒമാന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തത്. ഖാബൂസ് അധികാരമേൽക്കുമ്പോൾ ലോകഭൂപടത്തിൽ ഒട്ടും തന്നെ അറിയപ്പെടാതിരുന്ന രാജ്യമായിരുന്നു ഒമാൻ. ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണവും ഉൾക്കാഴ്ചയും കാഴ്ചപ്പാടുകളും ഒരു രാജ്യത്തെ മാറ്റിമറിക്കുന്ന അത്യപൂർവ കാഴ്ചയ്ക്കാണ് തുടർന്നുള്ള കാലം ഒമാൻ സാക്ഷ്യം വഹിച്ചത്. മറ്റുള്ള അറബ് രാജ്യങ്ങളെപ്പോലെ എണ്ണയാൽ സമൃദ്ധമല്ലെങ്കിലും വികസനത്തിന്റെയും വളർച്ചയുടെയും സ്ഥിരതയുടെയും സമാധാനത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ ഒമാനെ ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലുമെല്ലാം വലിയ കുതിപ്പാണ് ഒമാൻ ഈ കാലയളവിൽ സ്വന്തമാക്കിയത്. ഇന്ത്യയുമായി എന്നും സവിശേഷ ബന്ധം പുലർത്തിപ്പോന്ന നേതാവായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ പ്രവാസികൾ എക്കാലവും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു. പ്രവാസികൾക്ക് തിരിച്ചും. പശ്ചിമേഷ്യൻ സമാധാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തി മഹാത്മാഗാന്ധി സമാധാന പുരസ്കാരം സുൽത്താൻ ഖാബൂസ് ബിൻ സയീദിന് നൽകിയിട്ടുണ്ട്. വിവാഹമോചിതനായ സുൽത്താൻ ഖാബൂസിന് മക്കളില്ലാത്തതിനാൽ പ്രഖ്യാപിത കിരീടാവകാശിയുണ്ടായിരുന്നില്ല. സുൽത്താൻ എഴുതിവെച്ച ഒസിയത്ത് വായിച്ചാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ജനുവരി 11-ന് ഹൈത്തം ബിൻ താരിഖിനെ പുതിയ സുൽത്താനായി തെരഞ്ഞെടുത്തത്.